നമുക്ക് തോരൻ എങ്ങനെയായെന്നൊന്ന് നോക്കിയാലോ. അടപ്പ് തുറക്കും, ഏതാണ്ട് വേവായിട്ടുണ്ട്. ശരിക്ക് വെന്തു. ഈ മാങ്ങ അല്ലെങ്കിൽ ടൊമാറ്റോ ഇട്ട കയ്പുണ്ടെങ്കിൽ ഒരു പരിധി വരെ കയ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ. അങ്ങനെ നമുക്ക് പുതുവത്സരം പിറന്നു. എല്ലാവരും ആക്ടിവിറ്റികളിലേക്ക്, ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെയും വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂൾ തുറന്നവർക്ക് സ്കൂള്, ഓഫീസ് തുറന്നവർക്ക് ഓഫീസ്, അങ്ങനെ അവനവൻ്റെ ഡെയിലി പരിപാടികളിലേക്ക് എല്ലാവരും കടന്നു. അപ്പം ഞങ്ങളിന്ന് ഒരു തോരനാണ് ഇവിടെ തയ്യാറാക്കണത്. അതായത് പാവയ്ക്ക കൊണ്ടുള്ളൊരു തോരൻ. കേവലം ഒരു സ്വല്പം കയ്പുള്ള പാവയ്ക്കയാണെങ്കിൽ പോലും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഈ തോരൻ കഴിച്ചു. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞു തന്നെ. ഞാൻ ചോദിച്ചത് എന്താണ് ഇതിന് ഈ കയ്പ് ഇത്രയും കുറയാൻ കാരണമെന്ന്. അപ്പം അവരാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട്ടിലാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിതൊന്ന് കാണിക്കാമെന്ന് കരുതി. ഞാനിതിൽ പാവയ്ക്കായുടെ കൂടെ കയ്പ് കുറയാനായിട്ട് തേങ്ങ നമ്മൾ തോരന് ചേർക്കൂല. തേങ്ങ, ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർക്കണ കൂടെ കയ്പ് കുറയാൻ ചേർത്തിരിക്കുന്നത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഇപ്പോൾ കിട്ടാൻ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ലെങ്കിൽ പച്ചമാങ്ങ, പുളിയുള്ള പച്ചമാങ്ങ ചേർത്തും ഇത് തയ്യാറാക്കാം. രണ്ടും ഒരേ ഇഫക്റ്റാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. അപ്പം നമുക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം. എന്നിട്ട് നിങ്ങൾ പതിവ് പോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് 1 lakh അടിക്കാനുള്ളൊരു അവസരം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി റെഡിയാക്കി തരിക. അപ്പം നമുക്ക് കിച്ചണിൽ നിന്ന് പരിപാടി തുടങ്ങാം. ഒരു കൊച്ചു പാവയ്ക്ക നൈസായിട്ട് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയ പാവയ്ക്ക. ഇത് ഇങ്ങനെ അരിഞ്ഞേക്കണം, വേണമെങ്കിൽ ഒന്ന് നോക്കിയേരെ. ഈ അമ്മച്ചിമാരരിയും പോലെ തീരെ നൈസൊന്നും അല്ല കേട്ടോ. നൈസായിട്ട് അരിയുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ പാവയ്ക്ക. പിന്നെ അതിന് കൂടെ ചേർക്കാനായിട്ട് ഒരു സവോള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടേക്കണം. കാരണം അല്ലെങ്കിൽ തോരലിൽ കിടക്കുമ്പോൾ അറിയൂല, കടിച്ചു കഴിഞ്ഞാൽ നല്ല എരിവാണ് ഇതിന്. അതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ബാക്കി മുളക് പൊടിയാട്ടോ ചേർക്കണേ. പിന്നെ അതിനായിട്ട് ഒരു 3-4 ദളം ചുമന്നുള്ളി, 2 ദളം വെളുത്തുള്ളി. ഇപ്പാവയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ വെളുത്തുള്ളി അത് മതി. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കാനുള്ളതാട്ടോ തേങ്ങയുടെ കൂടെ തോരൻ്റെ. പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ചിരണ്ടി വെച്ചേക്കണതാണ്. ഇത് ഒതുക്കിയെടുക്കണം നമുക്ക്. പിന്നെ ഒരു ടീസ്പൂൺ എരിവ് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ചേർക്കുമ്പോൾ നമുക്ക് പറയാം, അത് സസ്പെൻസിലിരിക്കട്ടെ. അതായത് പാവയ്ക്കയുടെ കയ്പ് കുറഞ്ഞു കിട്ടാനായിട്ട് ചേർക്കണ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് എനിക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു തന്നതാണത്. അത് 2 ഐറ്റം ചേർക്കാം. അതിൽ ഒരു ഐറ്റം ഇപ്പം ഇങ്ങനെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിതിൽ ചേർക്കണം കേട്ടോ. അത് നമുക്ക് അരിയുമ്പോൾ കാണിക്കാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോണത് തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രയും ഒരു സ്വല്പം വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം മിക്സിയിൽ. ചെറിയ ബൗളിലേക്ക് ചേർത്തേച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അരയരുത്. തോരന് പാകത്തിന് ഒതുക്കിക്കൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പാവയ്ക്ക് അടുപ്പത്ത് വെക്കാം. തേങ്ങയും ഉള്ളിയും, 2 തരം ഉള്ളിയും തേങ്ങയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ കൂടെ ഒന്ന് ഒതുക്കിയെടുത്തത് കേട്ടോ. ഒരു സ്വല്പം വെള്ളം ചേർത്ത് ഒതുക്കിയെടുത്തതാ. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക അങ്ങ് ചേർക്കുക കേട്ടോ. ഉപ്പ് പുരട്ടി ഒരു 10 മിനിറ്റോളം ഇരുന്നായിരുന്നു. അപ്പം അതങ്ങ് എന്നാന്നോ സോഫ്റ്റായി വരും പാവയ്ക്ക. ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവോള ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്യണം. എല്ലാം ഒന്നിച്ച്. അത് ശരി. അങ്ങനെ നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമാട്ടോ. ഇത് മിക്സ് ആവാൻ വേണ്ടി. തിരുമിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജനിച്ചട്ടിയിലേക്ക് ഇടുമ്പോൾ മിക്സ് ആയിക്കോളും. പിന്നെ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരുമണുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി വേപ്പില എടുക്കണം. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. ഒന്ന് മിക്സ് ആക്കി വെച്ചെടുത്തുകൊണ്ട് വരാമെന്ന് ഓർത്ത്.
കളർഫുൾ ആയിട്ടിരിക്കണം അല്ലേ? മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ കളറിങ്. ഇപ്പം നേരെ മറിച്ച് മുളക് പൊടി ചേർക്കണ്ട എന്നുള്ള പച്ച നിറത്തില വെളുത്ത നിറത്തിലാണ് ഇരിക്കണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകോ കാന്താരിമുളകോ ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്തേക്കണം, ഇച്ചിരി കളർഫുൾ ആയിട്ട് ഇരിക്കട്ടെ എന്നോർത്ത് ചെയ്തതാ. ഞാൻ മെയിൻ ഇത് എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് ചേർക്കാനുള്ള താരം ഇതാണ്. ഇതിലേക്ക് ചേർക്കാനുള്ള താരം ഇതാണ്. ഈ കയ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു ടൊമാറ്റോ, ഒരു ചെറിയ പപ്പായ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ടൊമാറ്റോ മതി. ടൊമാറ്റോ സാധാരണ ചേർക്കണത് മാങ്ങയാണ്, പുളിയുള്ള മാങ്ങ. അപ്പം മാങ്ങ നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ലായിരുന്നു, അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ടൊമാറ്റോ എടുത്തതാണ് കേട്ടോ. പുളിയുള്ള ടൊമാറ്റോ വേണം, എന്നാലാണ് അത് ശരിയായി കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഈ അകത്ത ഭാഗം ഞാൻ മാറ്റിയെടുക്കണം. കായുള്ള ഭാഗം ഇതിലേക്ക് ചേർക്കൂല. ഇനി നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞിടാം. ചെറുതായിട്ട് ഞാൻ കുറച്ച് വേപ്പില ഇങ്ങനെ കീറിയിട്ട് കൂട്ടോ. അപ്പം അത് വേപ്പില ചോറിട്ടൊക്കെ ഇനി നമുക്കിനി എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് അടുപ്പത്തേക്ക് കയറ്റാം കേട്ടോ. കംപ്ലീറ്റ് ആയി. നമുക്ക് അടുപ്പത്തിട്ട് വേവിച്ചെടുക്കണം. ചട്ടി വെച്ച് കൂട്ടോ തോരനുണ്ടാക്കാനുള്ള. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കണം. അത് മതിയാവും. ഇച്ചിരി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ കിടന്ന് മുരിങ്ങി വെന്ത് വന്നെ, അതുകൊണ്ടാട്ടോ അത്ര ഒഴിച്ചേക്കണം. കടുക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 2 തരി കടുക് ഇട്ടേക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2 തരി കടുക് ഇട്ടുന്നുള്ളൂ. അതങ്ങ് പൊട്ടുമ്പോൾ നമുക്ക് തോരനുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഇളക്കി റെഡിയാക്കി വെക്കണം. അതിന് നമ്മളിത് ചീനിച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടി പാവയ്ക്ക ഇട്ട് കൊടുക്കാം. സാധാരണ തോരൻ പോലെ തന്നെ, കളർഫുൾ തോരനാണ്. അതാ ഞാൻ പറഞ്ഞ, ഞാൻ അതുകൊണ്ടാണ് പച്ചമുളക് ഫുള്ളായിട്ട് എടുക്കാതിരുന്നത്. പച്ചമുളക് ഫുള്ളായിട്ട് എടുത്താൽ ഇല്ല, ചുമപ്പ് നിറം ഉണ്ടാവില്ല. ഈ ടൊമാറ്റോയുടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് കളറുണ്ട് കേട്ടോ. നമുക്കൊന്നങ്ങ് ഇളക്കി വിട്ടേക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി വിടണം. ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം കേട്ടോ. വെള്ളം ചേർക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നമ്മൾ ഈ ചീനിച്ചട്ടിയല്ലേ എടുത്തേക്കണത്, നോൺ സ്റ്റിക്കൊന്നും അല്ലല്ലോ. ഇനി മൂടി പൊത്തി വെച്ചേച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കാം. എന്നിട്ട് അവിടെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടാൽ മതി. മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് തോരൻ എങ്ങനെയായെന്നൊന്ന് നോക്കിയാലോ. ഞാൻ അടപ്പ് തുറക്കും, ഏതാണ്ട് വേവായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിടണുണ്ടായിരുന്നു. കളർഫുൾ തോരൻ. അതെ, ഞാനൊന്ന് ഇളക്കി കാണിക്കാം. ജസ്റ്റ് ഇതേ ശരിക്ക് വെന്തു. ഈ മാങ്ങ അല്ലെങ്കിൽ ടൊമാറ്റോ ഇട്ട കയ്പുണ്ടെങ്കിൽ ഒരു പരിധി വരെ കയ്പ് കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ വെള്ള പാവയ്ക്കാണെങ്കിൽ കയ്പ് കുറവായിരിക്കും. അത് നിനക്കറിയാലോ. അല്ല, അത് പ്രേക്ഷകർക്കൊക്കെ അറിയായിരിക്കും. വെളുത്ത നിറത്തിലുള്ള പാവയ്ക്ക, പച്ച നിറം കൂടുതലുള്ള പാവയ്ക്ക് എന്നാണെന്ന് വെച്ചാൽ കയ്പ് കൂടുതലുണ്ടാവും. അപ്പൊ കുറച്ച് കയ്പാണ് പാവയ്ക്കയുടെ ഗുണമെന്നാ പറയണത്. പിന്നെ നമുക്ക് എന്നോട് ഒരു പാർട്ടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു തന്നു, ഒന്നും അല്ലെങ്കിൽ മാങ്ങ അരിഞ്ഞ് ചേർക്കുക, പച്ചമാങ്ങ അല്ലെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കുക എന്ന്. മാങ്ങയാ കൂടുതൽ ഫലപ്രദം. പക്ഷെ ഇപ്പൊ മാങ്ങ കസ്റ്റഡിയിലില്ല. അപ്പൊ നമ്മൾ ടൊമാറ്റോ ഇട്ടൊന്ന് ചെയ്തു നോക്കിയതാട്ടോ. അപ്പൊ ഞാനൊരു പ്ലേറ്റിലേക്ക് ഡിസ്പ്ലേക്ക് എടുക്കട്ടെ. പാവയ്ക്കാ തോരൻ പ്ലേറ്റ് എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇങ്ങനെ നമുക്ക് തോരൻ എടുത്ത് വെക്കാം. ആവി പറക്കണ തോരൻ. ഒരു തവണയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് അല്ലേ. വെറൈറ്റീസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുള്ളേ അല്ലേ, നോയമ്പുകാലത്തൊക്കെ പ്രത്യേകിച്ച്. അതെ അതെ അതെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പാവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് ഡിഷസ് നമ്മൾ ഇതിനോടകം കാണിച്ചു. അപ്പൊ അതിന്റെ ഒപ്പം ഒരു ഡിഷ് കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.